ഇറാനെതിരെ ഉപരോധ നടപടികൾ കർശനമാക്കി അമേരിക്ക. ഇറാന്റെ ഏറ്റവും വലിയ വിമാന സർവീസായ മഹൻ എയർ സർവീസിന് US ഉപരോധം ഏർപ്പെടുത്തി. IRGCക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഉപരോധം. ഹോർമോസിലെ ഇറാൻ തുറമുഖങ്ങളിലേക്കുള്ള ഉപരോധവും ശക്തമായി തുടരുകയാണ്. വിവരങ്ങളുമായി ഐസൻ ചേരുന്നുണ്ട്. ഐസൻ, വിശദാംശം. പ്രിയ, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മഹൻ എയർവേസ് എന്ന് പറയുന്ന ഇറാന്റെ ഏറ്റവും സുപ്രധാനമായ വിമാന കമ്പനി, അതായത് വിമാന സർവീസ് ദാതാക്കളാണ്. ഈ വിമാന സർവീസ് ദാതാക്കൾക്ക് IRGCയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന നിലപാട് നേരത്തെ തന്നെ ട്രംപ് അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ ചില വ്യാഖ്യാനങ്ങളൊക്കെ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ IRGCക്ക് ആവശ്യമായ ഡ്രോണുകളും മറ്റ് അമ്യൂണിഷൻസും എത്തിക്കുന്നത് ഇറാനാണ് എന്നത്, ഇറാനിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള വിമാന സർവീസുകൾ വഴിയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയിലേക്ക് നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉപരോധം ഏർപ്പെടുത്തിയതോടുകൂടി ഈ ഉപരോധം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ ഉപരോധം നടപ്പാകുന്ന പോർട്ടുകളിലോ എയർപോർട്ടുകളിലോ ഒന്നും തന്നെ ഈ മഹൻ എയർവേസിനെ കണക്ട് സർവീസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ഇത്തരത്തിലൊരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ കപ്പലുകളുടെ ഉപരോധം, 24 കപ്പലുകൾ ഹോർമൂസിലൂടെ ഇറാനിലേക്ക് കടക്കുന്ന കപ്പലുകളും ഇറാനിലെ പോർട്ടുകളിലേക്ക് എത്തുന്ന കപ്പലുകളും തടയുകയും അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തു പോകുന്ന കപ്പലുകൾ തടയുകയും ചെയ്തു എന്ന് വളരെ കൃത്യമായി തന്നെ US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നുണ്ട്. 2 കപ്പലുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തകർക്കുകയും അതിന്റെ സഞ്ചാരം തുടരാനാവാത്ത വിധം തകർക്കുകയും അതുപോലെ തന്നെ 2 കപ്പലുകൾ സൈനിക നടപടിയിലൂടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ ജോർദാനിലേക്ക് വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ ജോർദാനിലേക്ക് നടന്ന ആക്രമണത്തിന് പിന്നാലെ കുവൈറ്റിലേക്കും ആക്രമണം നടന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിനുള്ള തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന ഒരു സൂചനയും പ്രധാനമായും IRGCക്കെതിരായ നടപടികൾ ഉണ്ടാകുമെന്ന് US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ ഉപരോധം തുടരുക തന്നെയാണ്. തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു സാഹചര്യം ചില സൂചനകൾ പുറത്തുവരികയും ചെയ്യുന്നുണ്ട്. കൃഷ്ണപ്രിയ. ഓക്കെ ഐസൻ.